വഅല്ലിമൂഹുൽ ഖുർആൻ. മൂന്നെണ്ണം നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കണം. അതിലൊന്ന് ഹുബ്ബു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബി തങ്ങളോടുള്ള അടങ്ങാത്ത ഹുബ്ബാണ്. അങ്ങനെ ഹുബ്ബുള്ള കുട്ടി എന്ത് ചെയ്യും? മോനെ, നീ ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ടേ കിടക്കാവൂ. ആ കുട്ടി അതാ 4-ാമത്തെ വയസ്സിൽ 3-ാമത്തെ വയസ്സിൽ അക്ഷരങ്ങൾ ക്ലിയറായി വന്നിട്ടില്ല, സ്വലാത്ത് ചൊല്ലുന്നു. ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷം, ഉപ്പാക്ക് വല്ലാത്തൊരു സന്തോഷം, മകന്റെ സ്വലാത്ത് കേട്ടിട്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകും ഉസ്താദെ. കുട്ടികൾക്ക് എന്നൊക്കെ കഴിയോ? 3-ാമത്തെ വയസ്സിൽ ദിക്ർ ചൊല്ലിക്കൊടുത്ത്, അമ്മാവൻ ദിക്ർ ചൊല്ലിക്കൊടുത്ത് ദിക്റിന്റെ മധുരം കിട്ടിയ മഹാനാണ് സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. അമ്മാവൻ ഇങ്ങനെ ദിക്ർ ചൊല്ലുമ്പോൾ കുട്ടി അങ്ങനെ പോയി അടുത്തിങ്ങനെ നിന്നു. മോനെ, ഒരു ദിക്ർ ചൊല്ലിത്തരാം, പക്ഷെ നാവുകൊണ്ട് ചൊല്ലരുത്, കൽബോണ്ട് ചൊല്ലാവൂ എന്ന് പറഞ്ഞു. ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, നാവുകൊണ്ട് ചൊല്ലരുതേ, കൽബോണ്ട് ചൊല്ലാവൂ. അപ്പൊ അമ്മാവനോട് കുട്ടി പറഞ്ഞു, ശരി 3 വട്ടം നീ ആവർത്തിക്കണം എല്ലാ രാത്രിയിലും എന്ന് പറഞ്ഞു. എന്താ ദിക്ർ പറഞ്ഞു കൊടുത്തത്? അല്ലാഹു ദാക്കിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. സഹ്ൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയാണ്, 3-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മാവൻ ചൊല്ലിത്തന്ന ഈ ദിക്ർ ഞാൻ എൻ്റെ നാവനക്കാതെ കൽബ് കൊണ്ട് ചൊല്ലി. അല്ലാഹു തആല കൊടുത്ത കൽബിൽ ഒരു കേടുമായിട്ടില്ല. നല്ല തെളിച്ചമുള്ള കൽബാണ്. ഒരു കറയും, ഒരു കറയുടെ ചെറിയൊരു പുള്ളി പോലും കുത്തിയിട്ടില്ല. നല്ല തെളിഞ്ഞ കൽബല്ലേ. അതുകൊണ്ടല്ലേ ഹജ്ജൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്ക് മഹത്വം പറഞ്ഞത് കയൗമ വലദത്തു ഹുമ്മുഹു എന്നല്ലേ. അറഫയിൽ നിന്ന് ദ്വാരുന്നിട്ട് ദുആ അല്ലാഹ് സ്വീകരിച്ച ആളെ പറ്റി പറഞ്ഞത് കയൗമ വലദത്തു ഹുമ്മുഹു എന്നല്ലേ. ഇത്ത്ഖ് ചൊല്ലിയിട്ട് ഭാഗ്യം കിട്ടിയ ആളെ പറ്റി പറഞ്ഞത് കയൗമ വലദത്തു ഹുമ്മുഹു. ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ കുട്ടി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനാണ്, നിഷ്കപടനാണ്, നിസ്വാർത്ഥനാണ്, നല്ല കൽബിന്റെ ഉടമയാണ്. ആ തെളിമയാർന്ന കൽബിലേക്ക് ദിക്ർ ചൊല്ലിക്കൊടുത്തു. മഹാനവർകൾ പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം. ഞാൻ ആ ദിക്ർ അങ്ങനെ ഏറ്റു ചൊല്ലി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, മോനെ, എണ്ണം കൂട്ടി ചൊല്ലണം, 7 എണ്ണമാക്കി ചൊല്ലണം, കൽബ് കൊണ്ട് ചൊല്ലണം, നാവ് കൊണ്ട് ചൊല്ലരുത്. എത്ര വലിയ മാനയാണ് അതിന്. അല്ലാഹു ദാക്കിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അതേ, എൻ്റെ ദിക്ർ, എൻ്റെ സ്മരണ എന്നും അല്ലാഹുവാൻ, എന്നെ നോക്കുന്നത് എന്നും അല്ലാഹുവാൻ, എന്നെ എപ്പോഴും ഒരു മറയുമില്ലാതെ കാണുന്നവനും അല്ലാഹുവാൻ, എപ്പോഴും എനിക്ക് സഹായത്തിനും സംരക്ഷണത്തിനും അല്ലാഹു മഈ. റബ്ബ് എന്നോടൊപ്പമുണ്ട്, അല്ലാഹു എന്നോടൊപ്പമുണ്ട്. അല്ലാഹ് അല്ലാഹ് എന്ന് ആവർത്തിച്ചുള്ള ദിക്റല്ലേ, വലിയ മധുരമാർന്ന ദിക്ർ ഞാൻ 7 വട്ടം ചൊല്ലി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നീ ഒരു 11 വട്ടം ചൊല്ലണം. 11 വട്ടം ഞാൻ ചൊല്ലിയപ്പോ കുട്ടിക്കാലത്ത് തന്നെ ദിക്റിന്റെ മധുരം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. വയസ്സ് 3 ആയിട്ടുള്ളൂ സഹോദരന്മാരെ. അമ്മ അവൻ ശീലമാക്കുന്ന ഈ ശീലം നമുക്കെന്തേ നമ്മുടെ കുട്ടികളെ ശീലമാക്കിക്കൂടെ? മടിയിലിരുന്ന് നമ്മൾ താരാട്ട് പാടുമ്പോ, നമ്മൾ മൊബൈലിലൂടെ പാട്ട് കേൾപ്പിക്കുമ്പോ എല്ലാം മുത്തുനബി തങ്ങളെ പാട്ടാകണം. മോനെ, പാട്ട് ഇഷ്ടപ്പെട്ടോ? ബാപ്പയൊന്ന് പാടിത്തരാം. മോനൊന്ന് ചൊല്ലുമോ ബാപ്പാന്റെ കൂടെ? കുട്ടി എങ്ങനെ ആനന്ദത്തോടെ ചൊല്ലി ചൊല്ലി ശീലമായി. ഒരു മധുരം കൽബിൽ വന്നാൽ, കുട്ടിക്കാലത്ത് തന്നെ വന്നാൽ, കൗമാരപ്രായത്തിൽ തന്നെ നബിതങ്ങളെ കണ്ടു കഴിഞ്ഞു. അതിന് തൗഫീഖുള്ളവരായി ആൺമക്കളെയും പെൺമക്കളെയും വളർത്താൻ കഴിയണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിലപ്പോഴൊക്കെ വാശി പിടിക്കും, കുട്ടികൾ പറയാതിരിക്കും. ദേഷ്യപ്പെടാൻ പാടില്ല. നല്ല ശീലത്തോടെ ഉണർത്തിക്കൊടുക്കുക. അങ്ങനെ ഒരു സ്വലാത്ത് കുട്ടി അങ്ങ് ചൊല്ലുക, പിന്നെ നമ്മൾ അങ്ങനെ ഏറ്റു ചൊല്ലുക. ഏറ്റു ചൊല്ലുമ്പോൾ പിന്നെ കുട്ടി കുറേ അങ്ങോട്ട് ചൊല്ലുമ്പോൾ എപ്പോഴെങ്കിലും മടിയിലൊക്കെ വന്നിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ചൊല്ലി ചൊല്ലി ശീലമാക്കി. നാവിൽ അതിൻ്റെ മധുരം വന്നാൽ എത്ര വലിയ ധൈര്യമാണെന്നറിയും. ഒരു ദിവസം ഒരു വീട്ടിൽ എല്ലാവർക്കും പനി പിടിച്ചു, ചൊറിയും പിടിച്ചു. ഒരു കുട്ടി കൊയ്യുക.
അപ്പൊ ആ കുട്ടി പറഞ്ഞു എനിക്ക് പനിയും വരില്ല ചൊറിയും പിടിക്കൂല. അപ്പൊ എന്തെന്ന് വെച്ചാൽ പറഞ്ഞു മുമ്പ് വെല്ലിപ്പ 10 സ്വലാത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഉറങ്ങുന്ന സമയത്ത് ഞാൻ എന്നും അത് ചൊല്ലല്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമാണ്. ചെറിയ കുട്ടിയാ പറയും, 1ാം ക്ലാസ്സിൽ ചേർക്കാത്ത കുട്ടിയാ പറയുന്നത്. ആ വീട്ടിലെല്ലാവർക്കും പനി പിടിച്ച് ചൊറിയും പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദിക്റിന്റെ ഒരു മധുരം, ഖുർആൻ കേൾക്കുന്നതിന്റെയും സ്വലാത്തിന്റെയും ഒരു മധുരം അവരെ ഖൽബിൽ വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. മഹാനവർകൾ പറഞ്ഞു 11 വട്ടം ചൊല്ലാൻ പറഞ്ഞപ്പോ എന്റെ ഖൽബിൽ ദിക്റിന്റെ മധുരം വന്നുപോയി. പിന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്റെ അമ്മാവൻ മുഹമ്മദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, മോനെ അല്ലാഹു സദാ സമയത്തും നിന്നെ നോക്കുന്നവനും അല്ലാഹു എപ്പോഴും നിന്നെ നിരീക്ഷിക്കുന്നവനും എപ്പോഴും അല്ലാഹുവിന്റെ സഹായവും നിനക്കും ഉണ്ടെങ്കിൽ നീ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. കുട്ടിക്കാലത്ത് ആ കുട്ടിക്ക് ഉപദേശം കൊടുക്കുകയാണ്. 5ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മാവൻ എന്നെ മക്തബിൽ ചേർത്തു, പള്ളിക്കൂടത്തിൽ എന്നെ കൊണ്ടുപോയി ചേർത്തു. 6ാമത്തെ വയസ്സിൽ ഞാൻ ഹാഫിളായി തീർന്നു. ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ അമ്മാവൻ നിസ്കരിക്കും പോലെ, അമ്മാവൻ ഖുർആൻ ഓതും പോലെ, അമ്മാവൻ ദിക്ർ ചൊല്ലും പോലെ, അമ്മാവൻ അതാ സ്വലാത്ത് ചൊല്ലും പോലെ ഞാനും ചൊല്ലിത്തുടങ്ങി. ഖുർആൻ അങ്ങ് ഹിഫ്ളാക്കിയതോടെ എൻ്റെ ഖൽബിൽ കൂടുതൽ താല്പര്യങ്ങൾ വന്നു. ഇൽമിന്റെ പുതിയ പുതിയ അധ്യായങ്ങൾ അന്വേഷിച്ചു പോകണം. അങ്ങനെ കുട്ടിക്കാലത്ത് നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ നോക്കിയപ്പോ ചെറിയ കുട്ടിയല്ലേ, കുടുംബക്കാര് തൽക്കാലം ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. കുറച്ചുകൂടി ഒന്ന് വലുതായിക്കോട്ടെ, നാട്ടിലെ ആലിമീങ്ങളെ കണ്ട് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പുറത്തു പോകാൻ വീണ്ടും വീണ്ടും താല്പര്യം വന്നപ്പോ എൻ്റെ മനസ്സിൽ ഒരു മസ്അല വന്നു. മഹാനവറുകൾ പറയാം, നാട്ടിലേത് ആലിമിനോട് ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ല. അപ്പൊ ഞാൻ എൻ്റെ കുടുംബത്തോട് പറഞ്ഞു, എനിക്കിതിന് ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ ആരോ പറഞ്ഞു തരണം. എല്ലാ ഉസ്താദ്മാരോടും ചോദിച്ചു. അവസാനം അവരെനിക്ക് അനുവാദം തന്നു. അന്ന് 10-13 വയസ്സാകുന്നേ ഉള്ളൂ. ഞാൻ ബസറയിൽ പോയി, കൂഫയിൽ പോയി, മിസ്റിൽ പോയി. വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു. എനിക്ക് ഉത്തരം കിട്ടി, എൻ്റെ സംശയം തീർന്നു. സഹോദരങ്ങളെ, ഞാനിതൊരു ഉദാഹരണത്തിന് പറഞ്ഞ് എന്തിനാണെന്നറിയോ? ചെറുപ്പകാലത്ത് കുട്ടികളെ ഖൽബിലത് പകർത്തിക്കൊടുത്താൽ പകരുമോ? പകരും. കാരണം ആ ഖൽബിലൊരു കേടും വന്നിട്ടില്ല, നല്ല അച്ചാണ്. നല്ലത് പതിപ്പിച്ചാൽ നല്ല രൂപത്തിൽ വളരുമെന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? എങ്ങോട്ടാണ് ചാച്ചു കെട്ടുന്നത്, എങ്ങോട്ടാ ചെരിച്ചു കെട്ടുന്നത്, അങ്ങനെ തന്നെ വളരൂ, വേറൊരു ഭാഗത്തേക്കും നീങ്ങൂല. അത് കണ്ട് സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുട്ടികൾ അങ്ങനെ വളർത്തണം. 3ാമത്തത് ഖുർആനോത്ത് നന്നായി പഠിപ്പിക്കണം. അതും ഇന്ന് വളരെ കുറവാണ്. നമ്മൾ അത്തിബിയാനും സഹ്റത്തുൽ ഖുർആനും അതുപോലെ തന്നെ കുറെ പ്രീ സ്കൂളുകളൊക്കെ വന്നെങ്കിലും നമ്മൾ ഒന്നുകൂടി സജീവത കാണിക്കണം ആ വിഷയത്തിൽ. ഖുർആനോത്ത് നന്നായി പഠിപ്പിക്കണം. അൽഹംദുലില്ലാ വളരെ വലിയ മാറ്റം ഉണ്ട്. ചെറിയ സ്കൂളിൽ മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് 4 വയസ്സായ കുട്ടി അലംതറ കൈഫ് മുതൽ താഴോട്ടൊക്കെ ഓതുകയാണ്. മുമ്പ് സംവിധാനം അങ്ങനല്ല. മുമ്പ് 5ാം ക്ലാസ്സിൽ കയറി, 5ാം വയസ്സിലൊന്ന് കയറി, 6ാം ക്ലാസ്സിലൊന്ന് തുടങ്ങി 7ാം ക്ലാസ്സിലാകുമ്പോഴേക്ക് ഫാത്തിഹ എങ്ങനെ വരലാണ്. ഇന്ന് 4ാമത്തെ വയസ്സിൽ തന്നെ കുട്ടികൾ ചെറിയ സൂറത്തുകൾ ധാരാളം ഓതുന്നത് കേൾക്കുമ്പോൾ സന്തോഷം, വളരെ വലിയ സന്തോഷം. ചെറിയ കുട്ടിയല്ലേ ഓതുന്നത്. അത് അറബികളുടെ ഒരു ശീലം നമ്മുടെ നാട്ടിലേക്ക് പകർന്നു വന്നൊരു സന്തോഷമാണ്. അല്ലാഹു ദായിമാക്കി തരട്ടെ. ചെറിയ കുട്ടികൾ, അവരെ കൽബിൽ വേറൊന്നും കലർന്നിട്ടില്ല, ഖുർആൻ അങ്ങോട്ട് കൽബിലേക്ക് പകർന്നു. കുട്ടിക്കാലത്ത് നമ്മൾ മുമ്പൊക്കെ കേൾക്കുന്ന ചരിത്രമല്ലേ, 7ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖുർആൻ ഹാഫിളായി. അത് ഉമ്മാന്റെ ഒരു പരിചരണമാണ്, ഒരു ശിക്ഷണമാണ്. 7ാമത്തെ വയസ്സിൽ ആ കുട്ടിയെ ഹാഫിളാക്കാൻ അവിടെ ബാപ്പയില്ല, ഉമ്മയാണ്, ഉമ്മയും അമ്മാവന്മാരുമാണുള്ളത്. സഹോദരിമാരെ, അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വളർത്തിയിട്ട് ഉമ്മാക്ക് എന്ത് കിട്ടി? ദുനിയാവും ജയിച്ചു, ആഖിറവും ജയിച്ചു. 2 ലോകവും വിജയിക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഹദീസ് അന്വർത്ഥമാക്കും വിധം ആ കുട്ടിയെ ഉമ്മ വളർത്തിയെടുത്തില്ലേ?
ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഭൂഗോളമാകെ ഇൽമ കൊണ്ട് സമ്പന്നമാക്കുന്ന നിറക്കുന്ന ഒരു മഹാപണ്ഡിതൻ ഖുറൈശ് കബീലയിൽ നിന്ന് വരാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉലമാക്കൾ ഏകകണ്ഠമായി പറഞ്ഞില്ലേ? ഏത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആണെന്ന്. പല രാജാക്കന്മാരും അവിടുത്തെ ഇൽമിന്റെ ആഴം കണ്ടത് സമ്മതിച്ചു പോയി. അക്കൂട്ടത്തിൽ ഒരു രാജാവാണ് ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന രാജാവ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇൽമിന്റെ ആഴം കണ്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളെ ഈ ഒഴുക്കില്ല നിലക്കാത്ത ഇൽമ്, അറ്റമില്ലാത്ത ഇൽമ് കാണുമ്പോ കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഹദീസാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. നന്നായി കുട്ടികൾക്ക് ഖുർആനോത്ത് പഠിപ്പിക്കണം. അത് സ്വഭാവ ശുദ്ധീകരണത്തിനും സംസ്കരണത്തിനും ഏറ്റവും വലിയൊരു മാർഗമാണ്. അക്കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് ഖുർആൻ നമ്മൾ ഓതിക്കൊടുത്ത് നമ്മളെ കൂടെ ഓതാൻ വേണ്ടി പറയണം. ഒഴിവ് അതിനുവേണ്ടി ഉമ്മമാരെ കണ്ടെത്തിയേ പറ്റൂ, നിർബന്ധമാണ്. ആ വിഷയത്തിൽ മാറാൻ പാടില്ല. ആ കുരുന്നിന്റെ മനസ്സിലേക്ക് ഖുർആൻ മിന്നവ്വലി ഇലാഖിരി കുട്ടികൾ ഓതിക്കടിയുമ്പോ വല്ലാത്തൊരു സന്തോഷം വരും. ആ സന്തോഷത്തിലാണ് ഇമാമിയങ്ങളൊക്കെ സന്തോഷിച്ചത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സന്തോഷം കൊണ്ടത് തൻ്റെ മകൻ പൂർണ്ണമായും ഫാത്തിഹ സൂറത്ത് വീട്ടിൽ വന്ന് സുന്ദരമായി ഓതിയപ്പോഴാണ്. ഇപ്പൊ ചോദിച്ചു, മോനെ നിന്റെ ഉസ്താദ് ആരാണ്? ഉസ്താദിന്റെ പേര് പറഞ്ഞപ്പോ അബൂ ഹനീഫ തങ്ങൾ ആ ഉസ്താദിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. കുട്ടിക്ക് ഫാത്തിഹ സൂറത്ത് പൂർണ്ണമായി പഠിപ്പിച്ച ഉസ്താദിന് വലിയൊരു ഗിഫ്റ്റ് കൊടുത്തു. എന്താണ് കൊടുത്ത ഗിഫ്റ്റ്? 1000 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇത്ര എൻ്റെ കയ്യിൽ തരാനുള്ളൂ. ഇന്നത്തെ 1000 ദിർഹമല്ല, അന്നത്തെ 1000 ദിർഹം കൊടുത്തു. ഒരൊറ്റ കാരണം കൊണ്ട്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഫർള് ഐനായി എല്ലാവരും പഠിക്കേണ്ട സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. അത് പഠിച്ചിരിക്കൽ ഫർള് ഐനാണ്, വ്യക്തി ബാധ്യതയാണ്. 156 അക്ഷരവും സ്ഫുടമായി മൊഴിയാനും ഉച്ചരിക്കാനുള്ള കഴിവ് വേണം. ഒരക്ഷരവും വിട്ടുപോകാതെ ഓതണം. അപ്പോഴല്ലേ നമ്മുടെ നിസ്കാരം സ്വഹിയാവുക, നമ്മുടെ ഓത്ത് സ്വഹിയാവുക, എല്ലാം സ്വഹിയാവുക. അപ്പോഴാണ് ആ ഫാത്തിഹ സൂറത്ത് കുട്ടി വന്ന് ഓതിയപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മനസ്സിൽ വന്നൊരു സന്തോഷം അത് ചെറുതല്ല. അതുകൊണ്ട് ഖുർആനോത്ത് നന്നായി പഠിപ്പിക്കണം. ഹുബ്ബ് കുറയാൻ പാടില്ല. വീട്ടിലും കുടുംബത്തിലും വല്ലാതെ ഹുബ്ബ് വേണം, സ്നേഹം വേണം. എല്ലാ രംഗങ്ങളിലും നല്ല ഹുബ്ബ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ്. സഹോദരന്മാരെ, ആ ഹുബ്ബ് നമുക്ക് അടിത്തറയായി കിട്ടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുധാവനം കുറയരുത്.